blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങൾ കാണാനായി പോകുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള KS രാജേഷാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രാജേഷിന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണമേ. തൻ്റെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫിനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ ഭാര്യ ഷീബയെ അങ്ങ് അനുഗ്രഹിക്കണമേ. മൂത്ത മകൾ ശില്പയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവളുടെ +2 എക്സാം ഏറ്റവും ഭംഗിയായി നടക്കട്ടെ. ഇന്ന് തുടങ്ങുന്ന ആ എക്സാമിൽ കർത്താവിൻ്റെ കരം അതിശയകരമായി അവളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ, കർത്താവെ, അവൾക്കൊരു വലിയ അനുഗ്രഹത്തെ കൊടുക്കണമേ. അവളുടെ ശാരീരികമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും അവളെ വിടുവിക്കണമേ. അവൾക്ക് വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. മൂക്കിൻ്റെ പ്രശ്നങ്ങൾ കർത്താവ് അങ്ങ് പൂർണ്ണമായും ഓപ്പറേഷൻ കൂടാതെ അങ്ങ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ഒരിക്കൽ കൂടി കുടുംബത്തെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്രദർ രാജേഷ്, കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം പോകാനായി പോകുകയാണ്. ഇന്നത്തെ സന്ദേശം വെഡിങ് അറ്റ് കാനാവിലെ കല്യാണം, അതിൻ്റെ 7ാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗമാണ് നിങ്ങൾ കാണാനായി പോകുന്നത്. ഇന്നത്തെ സന്ദേശത്തിലും വെള്ളം എന്തിനെയാണ് കാണിക്കുന്നത്, അതുപോലെ വീഞ്ഞ് എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ള പ്രത്യേകമായ സന്ദേശമാണ്, അവസാനത്തെ സന്ദേശമാണ്. ഇതിനോടകം ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചത് കാണാം. In a Jewish ceremony, in a Jewish feast, they will have wine only after they had the meal. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് യഹൂദന്മാരുടെ കല്യാണ വിരുന്നുകളിൽ അവർ വൈൻ കുടിക്കുന്നത് അവരുടെ സദ്യയ്ക്ക് ശേഷമായിട്ടാണ്. For example, in the Last Supper, when you read 1 Corinthians chapter 11 and verse number 23 onwards, Paul says, and after supper he took the cup. അവിടെ നാം കാണുന്നു 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ, ഭക്ഷണത്തിന് ശേഷമാണ് വീഞ്ഞു കുടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനത്തിൽ യേശു കർത്താവ് ചെയ്ത പ്രവൃത്തിയെ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്തു. Meaning, when they had the full meal, they started drinking wine. അതിന്റെ അർത്ഥം അത്താഴം വയറ് നിറച്ച് അത്താഴം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പാനപാത്രം എടുത്തത് അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ചത്. When you are contented, when you are satisfied, when you are full, there comes joy, there comes the wine experience. അതായത് അതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ, പൂർണ്ണമായി സംതൃപ്തരായി കഴിയുമ്പോഴാണ് ദൈവ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകരപ്പെടുന്നത്. Hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? So many people have their meal but no wine. ഒത്തിരി ആളുകൾക്കും സംതൃപ്തിയുണ്ട്, മീനുണ്ട്, their meal but no wine. ഒത്തിരി ആളുകളും അത്താഴം കഴിക്കാറുണ്ട്, പക്ഷെ അതിനുശേഷം വീഞ്ഞില്ല. Meaning, they have everything full, they have money, they have car, they have bus, they have train, അതിന്റെ അർത്ഥം ഇതാണ്, അവർക്ക് they don't have a joy in life. അതിന്റെ അർത്ഥം ഇതാണ്, അവർക്ക് ധാരാളം പണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്,
എല്ലാം ഉണ്ട്, എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുക, പക്ഷേ അകത്ത് വീഞ്ഞില്ല, സന്തോഷമില്ല. The joy comes from the Lord. നിങ്ങൾക്കറിയാമോ, സന്തോഷം ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത്. If you read Psalm 16 and the last verse, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ വചനം നിങ്ങൾ വായിച്ചാൽ, there is joy in the presence of the Lord and there is fullness of joy on the right hand side of the Lord. അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയും അവന്റെ വലതുഭാഗത്ത് സന്തോഷത്തിന്റെ പ്രമോദങ്ങളുമുണ്ട്. Hallelujah. Hallelujah. So you may have different comforts of life, different facilities, big house, a small house, everything in this life, but if you really want to have the real contentment, the real satisfaction and the real joy, it comes from the Lord. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും വിവിധ സന്ദർഭങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ, ഇത് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ വീഞ്ഞിന്റെ അനുഭവം ദൈവത്തിൽ നിന്നും മാത്രമേ ഒരു വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുകയുള്ളൂ. This happened in a wedding house. ഇതിപ്പോ സംഭവിച്ചിട്ടുള്ള ഒരു കല്യാണ വീട്ടിലാണ്. Meaning Jesus brings joy to the marriage. അതിന്റെ അർത്ഥം യേശു കർത്താവ് സന്തോഷത്തെ കുടുംബ ജീവിതത്തിൽ നൽകുന്നു. Jesus can bring joy into families, into marital lives. യേശുവിന് നിങ്ങളുടെ കുടുംബത്തിലേക്ക്, കുടുംബ ജീവിതത്തിനകത്തേക്ക് സന്തോഷത്തെ പകരുവാൻ സാധിക്കും. Usually when we live on earth as families, and because always we are seeing each other, the children, the father, the mother, and always interacting, people lose their joy. സാധാരണയായിട്ട് നമ്മൾ ഈ ഭൂമിയിലാണ് കുടുംബമായിട്ട് ജീവിക്കുന്നത്. എല്ലായ്പ്പോഴും ഭാര്യയെ കാണുന്നു, ഭാര്യ ഭർത്താവിനെ കാണുന്നു, ഭർത്താവ് മക്കളെ കാണുന്നു, മക്കൾ അപ്പനമ്മമാരെ കാണുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്ത് ഒരേ ആളുകളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും സന്തോഷം ഇടയ്ക്കൊക്കെ ചോർന്നു പോകാറുണ്ട്. In many families there is no wine. ഒത്തിരി കുടുംബങ്ങളിലും വീഞ്ഞില്ല. In many marriages they have finished with their wine experience. ഒത്തിരി കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വീഞ്ഞിന്റെ അനുഭവം തീർന്നു പോയവരാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതി എന്ന ജീവിതം. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കർത്താവ് വേഗം വിളിക്കണേ, കാരണം ഒരു സന്തോഷമില്ല. ഈ കെട്ടിയതിന് ശേഷം തീർന്നല്ല, കെട്ടുന്നവരെ നല്ല കുഴപ്പമായിരുന്നു, ഖുഷി ഖുഷി, കെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. If you have lost your wine in the family, in the marriage, Jesus can restore it. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ വീഞ്ഞ് നിങ്ങൾക്ക് നഷ്ടമായെങ്കിൽ യേശുവിന് ആ വീഞ്ഞിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ നൽകാൻ സാധിക്കും. That is what this miracle tells us. അതാണ് ഈ അത്ഭുതം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. If we have lost joy of the family life, joy of the marital life, Jesus is there. All the water like ordinary, common, nothing special, nothing extraordinary, nothing to be joyful of. That type of water-like experience, Jesus will turn into wine experience. There will be joy in the family. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇതുവരെ വീഞ്ഞിന്റെ ഒരു അനുഭവം ഇല്ലായെങ്കിൽ യേശു നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തേക്ക് വന്നാൽ ആ വെള്ളത്തെ മാറ്റിയതുപോലെ, വെള്ളത്തെ നോക്കുക, അതിന് നിറമില്ല, ഗുണമില്ല, യാതൊരു അനുഭവമില്ല, കളറില്ല, ലഹരിയില്ല, ഒന്നുമില്ലാത്ത ആ വെള്ളത്തെ മാറ്റി വീഞ്ഞാക്കിയതുപോലെ ഇന്നൊരു ഗുണവുമില്ലാത്ത, കളറുമില്ലാത്ത, യാതൊന്നുമില്ലാത്ത നിന്റെ കുടുംബ ജീവിതത്തിനകത്തേക്ക് ലഹരിയെ നൽകുവാൻ യേശുവിന് കഴിയും. Hallelujah. Jesus is the restorer of joy in your personal life and in the marital life. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തെ പൂർണ്ണമാക്കാൻ, അതിനെ പുനഃസ്ഥാപിക്കുവാൻ യേശു കർത്താവ് കഴിവുള്ളവനാണ്. When they had no wine in the wedding house at Cana, they perplexed, they puzzled, they started running here and there, they panicked. യേശു ഉണ്ടായിരുന്ന കല്യാണ വീട്ടിൽ വീഞ്ഞില്ലാതെ പോയപ്പോൾ വീട്ടുടമസ്ഥർ അവർ ഭയചകിതരായി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെട്ടു നോക്കുവാൻ തുടങ്ങി. Sometimes man cannot meet man's needs. പല സമയങ്ങളിലും മനുഷ്യന്
മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിവർത്തിച്ചു കൊടുക്കാൻ സാധ്യമല്ല. But Jesus can. പക്ഷേ മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി നിവർത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരുവനുണ്ട്. അവനാണ് യേശു. Hallelujah. Hallelujah. Now, when we do the easy part, Jesus will do the difficult part. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. എളുപ്പമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ വിഷമമുള്ള വൈഷമ്യമേറിയ കാര്യങ്ങൾ നിന്റെ യേശു നിനക്ക് വേണ്ടി ചെയ്യും. Hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? They just filled the stone jars with water. But Jesus did the impossible and difficult part. വെള്ളം വീഞ്ഞായി തീരാൻ വേണ്ടിയിട്ട് അവർ എളുപ്പമുള്ള മാർഗമായ അവരുടെ ബുദ്ധിക്ക് സാധിക്കുന്ന മാർഗമായ ആ കാര്യം, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുന്ന കാര്യം അവർ ചെയ്തപ്പോൾ അസാധ്യമായ അത്ഭുതകരമായ ഒരു കാര്യം യേശു ദൈവം അവർക്ക് വേണ്ടി അവിടെ ചെയ്തു. Fill the jars with water. ഈ കൽഭരണികളെ വെള്ളം കൊണ്ട് നിറയ്ക്കുക. The rest I will do. ബാക്കി ഞാൻ ചെയ്തോളാന്നേ. കർത്താവേ, വെള്ളോ? ഈ വെള്ളം നിറയ്ക്കണ വീഞ്ഞിന് പകരം വെള്ളോ കൊടുക്കാൻ പോകുന്നത്? Don't worry മക്കളെ, don't worry. I will do the difficult part. ചോദ്യമൊന്നും ചോദിക്കണ്ട മക്കളെ, പേടിക്കണ്ട. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ ചെയ്തോളാം. പറഞ്ഞത് ചെയ്താ മതി. നീ പ്ലാൻ വരക്കാൻ, വീട് കർത്താവ് പണിയുന്നു. ആമേൻ. അത് ചെയ്യാൻ പാടില്ല. പ്ലാൻ വരച്ചൂടെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുക. ആമേൻ. You do what you can. Jesus will do what you cannot. നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം ചെയ്തു വെക്ക്. യേശു നിനക്ക് ചെയ്യാൻ പറ്റാത്ത, നിനക്ക് അസാധ്യമായ കാര്യം അതിന്റെ പിന്നാലെ ചെയ്തോളും. You do what you can. Jesus will do what you cannot. നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന നീ ചെയ്യുക. അപ്പോൾ യേശു നിനക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കാത്ത അവൻ ചെയ്തു തരും. Wine represents joy in the Holy Spirit. ഈ വീഞ്ഞ് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തെയാണ്. Acts chapter 2 verse number 12 and 13. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അതിന്റെ 12-13 വചനങ്ങളിൽ Amazed and perplexed, they asked one another, what does this mean? Some, however, made fun of them and said, they have had too much wine. അവിടെ 12-ാമത്തെ വചനം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 12-13 വചനങ്ങളാണ് കേട്ടത്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാൻ തുടങ്ങിയാലും എല്ലാവരും വിസ്മയിച്ച് പരിഭ്രാന്തിയോടെ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് അന്യോന്യം ചോദിച്ചു. എന്നാൽ ചിലർ ഇവർ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചു. And you know the story. നിങ്ങൾക്ക് ഇതിന്റെ കഥയെല്ലാം അറിയാം. Around 120 people, ഏതാണ്ട് 120ഓളം വരുന്ന ജനങ്ങൾ, after the ascension of Jesus, യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷമായി they had gathered in a small room. ഇപ്പോൾ ഇവർ എല്ലാവരും കൂടെ ഒരു കൊച്ചു മുറിക്കകത്ത്, മാളിക മുറിക്കകത്ത് കൂടിയിരിക്കുകയാണ്. And all of them were having a fasting prayer. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നവരെ എല്ലാവരും ഉപവാസ പ്രാർത്ഥനയിലാണ്. And what are they praying for? അവർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? Why are they in the upper room? എന്തിനു വേണ്ടി, എന്തുകൊണ്ടാണ് ഇവർ ഇപ്പോൾ മാളിക മുറിയിലായിരിക്കുന്നത്? Because Jesus said, കാരണം യേശു കർത്താവ് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു. Don't leave the city. ഈ പട്ടണത്തെ വിട്ട് നിങ്ങൾ മാറിപ്പോകരുത്. Instead, stay back in the city and wait for the promise from the Father. പകരം ഈ പട്ടണത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് പിതാവാം ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദാനത്തിനായി കാത്തിരിപ്പീൻ. Hallelujah. Hallelujah. And they were fasting and they were praying. അങ്ങനെ അവർ യെരൂശലേം പട്ടണത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുന്നു. Day number 1, they had a beautiful fasting prayer. ഒന്നാമത്തെ ദിവസം അവർക്ക് നല്ലൊരു ഉപവാസ പ്രാർത്ഥനയുണ്ടായി. Day number 2, nothing special, but had a wonderful fasting prayer. രണ്ടാമത്തെ ദിവസം വിശേഷതകൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, വീണ്ടും ഉപവാസം. Day number 3, they had a beautiful fasting prayer. മൂന്നാമത്തെ ദിവസമായപ്പോഴും വയറ്റിനൊന്നുമില്ല, മൂന്നാമത്തെ ഉപവാസ ദിവസം കട്ടൻ ചായ മാത്രം. They had a big, very good fasting prayer. നല്ലൊരു ഉപവാസ പ്രാർത്ഥന അവർക്ക് ഉണ്ടായിരിക്കുകയാണ്. Day 4, നാലാമത്തെ ദിവസം, Day 5, അഞ്ചാമത്തെ ദിവസം, Day 6, 6, Day 7, Day 8, എട്ടാമത്തെ ദിവസം, Day 9, ഒൻപതാമത്തെ ദിവസം. nothing special. ഒന്നും ഒരു പ്രത്യേകത, 9 ദിവസം വരെ ഒന്നും നടന്നില്ല. But on the 10th day, എന്നാൽ 10ാമത്തെ on the day ദിവസം, of Pentecost, പെന്തിക്കോസ്തിന്റെ ദിവസമായ 10ാം something ദിവസം special happened. ചില പ്രത്യേകമായ വിശേഷപ്പെട്ട ചിലത് അവിടെ സംഭവിച്ചു. There was a great noise. അവിടെ പെട്ടെന്നൊരു വലിയ മുഴക്കമുണ്ടായി. A storm like something entered the room. അവിടെ ഒരു കൊടുങ്കാറ്റ് പോലെ ചിലത് ഈ പ്രാർത്ഥിച്ചു
വന്നു. And there came fiery tongues. അവരുടെ മുകളിൽ അഗ്നിജ്വാല പോലെ നിൽക്കുന്ന തീനാവുകൾ അവരുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷമായി. And all started speaking in some other languages. എല്ലാവരും ഉടനടി അതുവരെ സംസാരിച്ചിട്ടില്ലാത്ത ചില ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. And hearing the huge noise, so many people gathered around the upper room. 120 പേര് ഉറക്കെ ഏറ്റവും വലിയ ശബ്ദത്തിൽ ഉറക്കെ ശബ്ദമുയർത്തി ഏതെല്ലാമോ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരെല്ലാവരും അവിടെ ഓടിക്കൂടി. And when they came, അവർ വന്നപ്പോൾ 120 people, 120 പേർ അവര് ഒന്നിനും വെളിവില്ല. They were speaking something. ആർക്കും വെളിവില്ല. അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. And they were singing. അവര് പാടുന്നുണ്ട് ഇടയ്ക്ക്. Something is happening. എന്തൊക്കെയോ കൂട്ടത്തിനിടയിൽ സംഭവിക്കുന്നുണ്ട്. And finally they said they have had too much wine. ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇടക്ക് പാട്ടും ഇടക്ക് കയ്യടിയും ഇടക്ക് കരച്ചിലും ഒക്കെ കാണും. ഇവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, കൂടുതൽ വീഞ്ഞു കുടിച്ചിരിക്കുകയാണ്. They were singing and dancing and doing the things they could not understand. ഇതുവരെ ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ പാട്ട് പാടുന്നുണ്ട്, കയ്യടിക്കുന്നുണ്ട്, പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ ഇടയിൽ. See, from day 1 till day 9 they had no problem. ഒന്നാം ദിവസം മുതൽ 9ാമത്തെ ദിവസം വരെ ഇവന്മാർക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. But on the 10th day, എന്നാൽ 10ാമത്തെ ദിവസമായപ്പോൾ all of them are drunk. ഇപ്പോൾ എല്ലാവരും 10ാം ദിവസം കുടിച്ച് ലക്ക് കെട്ടിയിരിക്കുകയാണ്. With new wine. പുതിയ വീഞ്ഞു കുടിച്ചിരിക്കുന്നു. This was the comment given by the public. പൊതുജനത്തിന് ഈ ദൈവമക്കളെ കുറിച്ച് പറയാനുള്ള അഭിപ്രായമായിരുന്നു പുതുവീഞ്ഞു കുടിച്ചവർ. Hallelujah. Hallelujah. But they did not understand one thing. എന്നാൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായില്ല. It was not ordinary wine. It was not natural wine. The wine came down. The wine was imported from heaven. എന്നാൽ അവർക്ക് മനസ്സിലാകാതിരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ വീഞ്ഞൊരു സാധാരണ വീഞ്ഞല്ല, കല്യാണ വീട്ടിലുണ്ടാക്കുന്ന വീഞ്ഞല്ല, വീട്ടിൽ നിന്ന് വന്ന വീഞ്ഞല്ല, ഇറക്കുമതി ചെയ്ത് സ്വർഗത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വീഞ്ഞാണ് ഈ വീഞ്ഞ്. This was a foreign liquor. ഇത് ഒരു വിദേശ വീഞ്ഞാണ്. Hallelujah. The foreign liquor came for them. വില കൂടിയ വിദേശ വീഞ്ഞാണ് ഇത്. ഇവിടെ കിട്ടുന്നതല്ല ഇത്. It is a heavenly wine. അത് സ്വർഗ്ഗത്തിലെ വീഞ്ഞാണ്. Hallelujah. എത്ര പേർ hallelujah പറയും? The heavenly wine came and they started drinking. സ്വർഗ്ഗത്തിലെ വീഞ്ഞ് വന്നപ്പോൾ ചുമ്മാ നിന്നില്ല. 120 പേരും ആവശ്യം വേണ്ടത് കുടിക്കാൻ തുടങ്ങി. Hallelujah. Hallelujah. In the wedding house, ആ കല്യാണ വീട്ടിൽ Jesus was prophesying through the miracle. യേശു കർത്താവ് അത്ഭുതങ്ങളിലൂടെ ചില പ്രവചന ക്രിയകൾ ചെയ്യുകയായിരുന്നു. He said, I have come to give you a supernatural wine. യേശു പറഞ്ഞത്, ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു, പക്ഷേ ഞാൻ അസാധാരണമായ ഒരു വീഞ്ഞ് നൽകാൻ വേണ്ടിയിട്ട് സത്യത്തിൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. I have brought wine jars from my Father in heaven. ഈ ഭൂമിയിൽ ഞാൻ കുറച്ച് വീഞ്ഞുണ്ടാക്കി കാണിക്കാൻ കാരണം സ്വർഗ്ഗത്തിൽ നിന്ന്, സ്വർഗീയ പിതാവിന്റെ കയ്യിൽ നിന്ന് ഒരു ഭരണി കണക്ക് സ്വർഗ്ഗത്തിലെ വീഞ്ഞുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. If you have a new wine jar, I am ready to give you the new wine in the new wine skin. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഒരു പുതിയ തുരുത്തിയുണ്ടെങ്കിൽ, തോൽക്കുടമുണ്ടെങ്കിൽ, സ്വർഗ്ഗത്തിലെ വീഞ്ഞ് അത് നിന്റെ തുരുത്തിക്കകത്തേക്ക്, നിന്റെ ജീവിതത്തിനകത്തേക്ക് സന്തോഷമായി നൽകാൻ ഞാൻ തയ്യാറാണ്. I told you the stone jar represents our bodies. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റോൺ ജാർസ് കൽപാത്രങ്ങൾ നമ്മെയാണ് കാണിക്കുന്നത്. And today the Lord wants to fill you with the heavenly new wine. ഇവിടെ ഇരിക്കുന്ന കൽപാത്രങ്ങളെ, എത്ര കൽപാത്രങ്ങളുണ്ട് അവരുടെ ഹല്ലേലൂയ കേൾക്കട്ടെ. കൽപാത്രങ്ങളെ, നിന്റെ കൽപാത്രത്തിനകത്ത് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വീഞ്ഞ് ഇന്ന് അവർ പകരാൻ പോകുകയാണ്. Hallelujah. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷി നിങ്ങൾ കാണാൻ പോകുകയാണ്. കാണുമ്പോൾ തന്നെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ, അത് പിടിച്ചെടുക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കാണാം.
ഈ സഹോദരന്റെ പേര് ലൂയിസ് ജോൺ, മാമംഗലത്ത് നിന്നാണ് വരുന്നത്. 8 വർഷം മുമ്പ് ഈ സഹോദരൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഗെയിമിൽ പങ്കെടുത്തു. അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കുത്തിക്കാലിലുള്ള ഞരമ്പ്, അതിനൊരു ചെറിയൊരു ടയർ ഉണ്ടായി. അപ്പോൾ ആ ലിഗ്മെന്റിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് ഇദ്ദേഹത്തിന് ശരിക്കും നടക്കുവാനോ സ്റ്റെപ്പുകൾ കയറുവാനോ മുട്ടുമടക്കുവാനോ സാധിക്കില്ലായിരുന്നു. ഉടനെ അലോപ്പതിയും ആയുർവേദിക് ട്രീറ്റ്മെന്റും നടത്തി. കുറവുണ്ടെങ്കിലും ഈ വേദന അന്നേ മുതലുണ്ടായിരുന്നു. ദിവസവും രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരു പതിവ് ഇദ്ദേഹത്തിനുണ്ട്. 3 മാസമായിട്ടുണ്ട് ഇവിടെ വന്നു തുടങ്ങിയിട്ട്. പക്ഷെ ബ്ലെസ്സിംഗ് ടുഡേ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഡേ ബിഫോർ യെസ്റ്റർഡേ, അന്ന് ഇദ്ദേഹം ആദ്യമായിട്ട് കളിക്കാൻ വേണ്ടി എഴുന്നേറ്റതാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇന്ന് നീ കളിക്കാൻ പോകണ്ട, ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരുന്ന് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ടു. അന്ന് 3 സാക്ഷ്യങ്ങളായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. 3 സാക്ഷ്യങ്ങളുടെ ഒടുവിൽ ലൂയിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. ലൂയിസ് എന്നു പേരുള്ള ഒരു സഹോദരനെ കർത്താവ് ഈ സമയത്ത് വിടുവിക്കുന്നു. ആ നിമിഷം മുതൽ സഹോദരൻ, ആ നിമിഷം മുതൽ എന്റെ കാലിന്റെ വേദനയില്ല, എനിക്ക് കാല് മുട്ടുമടക്കാം, എനിക്ക് സ്റ്റെപ്പുകൾ ചവിട്ടിക്കയറാം, പൂർണ്ണമായിട്ടും യേശു തൊട്ട് എന്നെ സൗഖ്യമാക്കി എന്ന് സഹോദരൻ വിളിച്ചു പറയുന്നു. ഈ പറയുന്നത് ശരിയാണെങ്കിൽ ബ്രദർ, ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് ചാടി കയറി അങ്ങോട്ടൊന്ന് നോക്കിയിട്ടൊന്ന് വന്ന് നോക്കിക്കേ, ഒന്ന് ചാടി ഇറങ്ങി നോക്കിക്കേ, പ്രശ്നമില്ല. മുട്ടുമടക്കാമോ? ഈ പേര് വിളിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, പേര് വിളിച്ചു ശരിയാണ്. ഹല്ലേലൂയ. കർത്താവിന് നമ്മുടെ പേരറിയാം, നമ്മുടെ ചെല്ലപ്പേരറിയാം, നമ്മുടെ വീട്ടുപേരൊക്കെ അറിയാം. ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പേര് വിളിക്കും. ഹല്ലേലൂയ. എത്ര പേർ സന്തോഷത്തോടെ കർത്താവിനൊരു ഹല്ലേലൂയ പറയാം. കൈകൾ നീട്ടി ഈ ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ അനുഗ്രഹങ്ങൾ ഇവരുടെ മേൽ ചൊരിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങളുമായി കർത്താവ് കടന്നു പോകുമ്പോൾ ഈ രോഗസൗഖ്യം ഈ ശരീരത്തിൽ എന്നേക്കും നിലനിൽക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയറിന്റെ 5ാമത്തെ ദിവസമാണ്. ഇതിന് ഇന്നു മുതൽ അടുത്ത 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്തവർ നിങ്ങൾ ദയവായി വരണം, പങ്കെടുക്കണം, അനുഗ്രഹം പ്രാപിക്കണം. അതുകൂടാതെ തന്നെ മാർച്ച് 3-ാം തീയതിയാണ് നമ്മുടെ ഇംഗ്ലീഷിലുള്ള മൈ പ്രേയർ ഡയറി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കപ്പെടാൻ പോകുന്നത്. അതിന് മുൻപായിട്ടാണ് നിങ്ങൾക്ക് പ്രീ പബ്ലിക്കേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ചെയ്യാനുള്ള അവസരം. നിങ്ങളുടെ പണം അതിന് മുൻപായിട്ടാണ് എത്തിച്ചേരേണ്ടത്. ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കാനായിട്ട് തുടങ്ങണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അതേ മാർച്ച് 3-ാം തീയതി തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രേയർ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് സെന്റർ വന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റിലൂടെയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ ഫോട്ടോയോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ ടൈം ടേബിൾ ദയവായി അയച്ചു തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പ്രത്യേകമായുള്ള വാഗ്ദാനവും ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് നൽകുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥനയിൽ വിശ്വാസത്തോടുകൂടെ ഒരുമിച്ച് നിൽക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് കൊടുത്ത വിടുതലുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിനകത്ത് അടിക്കടി ഉണ്ടാകുന്ന മരണം യേശുവിൻ്റെ നാമത്തിൽ അത് അവസാനിക്കട്ടെ. ഇനി ആരും മരണത്തിന് വിധേയമാകുകയില്ല എന്ന് ഞാൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം അതിശയകരമായി പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. അതിർത്തി തർക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകുന്നതായി കർത്താവ് പറയുന്നു. കോടതികളിൽ കേസിന് വേണ്ടി ചെന്നിട്ട് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നീതി വരികയാണ്. അത് കോടതിയിലൂടെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാൻ പോകുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് വേണ്ട നീതി വന്നു ചേരാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, വളർത്തു മൃഗങ്ങളെ വളർത്തിയിട്ട് വല്ലാത്ത നഷ്ടം അനുഭവിക്കുന്ന ഒരു ഫാമോ മറ്റോ നടത്തിയിട്ട് നിങ്ങൾ വല്ലാതെ നഷ്ടം അനുഭവിക്കുന്ന വ്യക്തിയാണ്. കർത്താവ് പറയുന്നു, അത്ഭുതകരമായി കർത്താവ് വലിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അത്ഭുതകരമായ വഴികൾ ആ വ്യക്തിക്ക് വേണ്ടി തുറന്നു വരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. രോഗികളായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ തന്നെ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സ്ത്രീകളുടെ ചില പ്രത്യേക അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് നിമിത്തമായി നടുവേദന അനുഭവിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ സ്ത്രീകൾ സൗഖ്യമാകട്ടെ. അങ്ങയുടെ പൂർണ്ണ വിടുതൽ
വിടുതൽ അങ്ങ് കൽപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ശരീരം സ്ഥൂലിക്കുന്നത്, മെലിഞ്ഞുണങ്ങുന്ന അസുഖങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ശരീരം വല്ലാത്ത രീതിയിൽ വണ്ണം വയ്ക്കുന്ന അത്തരം അസുഖങ്ങളും ഇപ്പോൾ തന്നെ അത് സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഫുഡ് അലർജി, ഏത് ഭക്ഷണം കഴിച്ചാലും ശരീരത്തെ തടിച്ച് തിണർക്കുന്നത് പോലെ പാക്കറ്റ് ഫുഡുകൾ കഴിക്കുമ്പോൾ ശരീരത്തെ തടിച്ച് തിണർക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. സ്പോർട്സിൽ നിങ്ങളൊരു താരമായിരുന്നു, എന്നാൽ ഇന്ന് ചില പരിക്കുകൾ നിമിത്തം നിങ്ങളുടെ ഭാവി അത് വഴിയടഞ്ഞു. നിങ്ങൾക്കൊരു നല്ല ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടതാണ്, എന്നാൽ നിങ്ങളുടെ ഭാവി വഴി അടഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു അത്ഭുതകരമായൊരു വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ നൽകുകയാണ്. യേശുവിൻ്റെ നാമം പറഞ്ഞ് ഇപ്പോൾ എഴുന്നേക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ഒരിക്കലും മാറിപ്പോകുകയില്ല. കർത്താവെ അങ്ങ് വിടുതൽ കൽപ്പിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാനിപ്പോൾ അനുഗ്രഹിക്കുന്നു കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ആഴ്ചയിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വരുന്ന ദിവസങ്ങൾ, വരുന്ന ആഴ്ചകളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തുടർന്നുള്ള സമയങ്ങൾ അനൗൺസ്മെന്റ്സ് നിങ്ങൾ കാണും. ബൈബിൾ ആൻഡ് ന്യൂ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത തിങ്കളാഴ്ച ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ ബ്രദർ ഡാമിനോടൊപ്പം നമുക്ക് വീണ്ടും പങ്കുചേരാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇസ്രായേലിൽ ഓഹരി അവകാശമില്ലാത്ത ഏത് ഗോത്രത്തിനാണ്? വിച്ച് ട്രൈബ് ഡിഡ് നോട്ട് ഹാവ് എനി പോർഷൻ ഓർ inheritance among Israel? Options: A. Benjamin, B. Naphtali, C. Levi, D. Dan. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് OMX നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരണമാണ്. നമ്മുടെ ദൈവം മഹാദൈവമാണ്. Our God is a great God. He is a big God.